Hello everyone, welcome back to my channel. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ സോയാബീന്റെ ഒരു സോയ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ബീഫ് ടേസ്റ്റ് നൽകുന്ന, ബീഫ് കഴിക്കാത്ത അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ബീഫിന്റെ അതേ ഒരു ടേസ്റ്റില്, എന്നാൽ ബീഫിന്റെ അത്ര കറക്റ്റ് എന്നല്ല, എന്നാൽ ആ ഒരു ടേസ്റ്റ് തരുന്ന സോയാബീൻ്റെ റോസ്റ്റ് റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പം നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം, കണ്ടിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 100 ഗ്രാം സോയാബീൻ എടുത്തു വെച്ചിട്ടുണ്ട്, സോയാ ചങ്ക്സ്. ഇനി ഇത് നമ്മൾക്ക് കുറച്ച് ചൂടുവെള്ളം, അതിന് ഇതിനൊരു സോയാബീൻ ഒരു സ്മെല്ലുണ്ടാകും. അപ്പോൾ അത് മാറി കിട്ടാനും നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഒക്കെ ഞാൻ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വയ്ക്കുകയാണ്. ഒരു ഏകദേശം ഒരു 20 മിനിറ്റ് എങ്കിലും ഇത് സോക്ക് ചെയ്ത് വയ്ക്കണം. ഇതെല്ലാം ഇനി വീർക്കും കേട്ടോ, നല്ല വലിയ വീർത്ത് നല്ല വലുതായിട്ട് വരും. ഇതിവിടെ ഒരു 20 മിനിറ്റ് കിടക്കട്ടെ. ഇതാ നമ്മുടെ സോയാബീനൊക്കെ നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കാം. തണുത്ത വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാണ് തരാം കേട്ടോ, നോർമൽ വാട്ടറിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് വേണം എടുക്കാനായിട്ട്, കാരണം ഇതിൻ്റെ ആ സ്മെല്ലൊക്കെ പോകാനായിട്ടേ. കണ്ടില്ലേ? ഇനി ഇത് ഓരോന്നും നമ്മളിത് ഇനി കഴുകി എടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഞെക്കി, ഈ വെള്ളം മുഴുവൻ കളഞ്ഞ് ഇങ്ങനെ ഞെക്കി വേണം നമ്മളെടുക്കുക. ഇതിങ്ങനെ 2-3 തവണ ഇങ്ങനെ കഴുകുക. എന്നിട്ട് ഈ ഒരു പീസിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുക. രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ കഴുകി നന്നായിട്ട് വെള്ളം ഫുൾ കളയാൻ വെച്ചിട്ട് നന്നായി ഡ്രൈ ആക്കി വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പം ഞാനിതൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. ഇതാ ഞാൻ നമ്മുടെ സോയയെല്ലാം നന്നായിട്ട് കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പീസിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചേർക്കുന്ന മസാലയെല്ലാം ഇതിലേക്ക് നന്നായി പിടിക്കാനാണ്. ഞാൻ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് സോയ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. Subscribe now and press the bell icon. Never miss an update. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അടുക്കി പിടിക്കാതിരിക്കാനും മസാലയെല്ലാം എല്ലായിടത്തും നന്നായിട്ട് പിടിക്കാനുമാണ് ഒഴിക്കുന്നത്. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ, ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ വഴറ്റിയെടുക്കാനുണ്ട്. ഞാൻ ഒരു പാത്രം വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് വേണേലും ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ. കോക്കനട്ട് സ്ലൈസസ് ഇട്ട് കൊടുക്കാം. അത് എത്ര വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. തേങ്ങാക്കൊത്തൊന്ന് മുരിയുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റുക. തീ സിമ്മിലേക്ക് ഇട്ട് വയ്ക്കണേ. ഈ സമയത്ത് നമുക്ക് ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകപ്പൊടി, ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ റോ സ്മെല്ല് പൂർണ്ണമായി മാറണം. ഇനി നമുക്ക് 2 മീഡിയം സൈസസ് സവാള, ഒരു 10 കുഞ്ഞുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 6 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്രയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കുക.
ചെറിയ വലിയ വലിപ്പമില്ലാത്ത മീഡിയം സൈസ് ആയിട്ടുള്ള സവോള എടുത്തേക്കുന്നത് 2 എണ്ണം കേട്ടോ. പിന്നെ 10 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തത്, 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി അല്ലി, പിന്നെ 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത്ര ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി വഴറ്റുക. ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇട്ടേക്കണേ. നമ്മുടെ സോയ അവിടെ വിസിലടിക്കാൻ റെഡി ആവുന്നുണ്ട്. നമ്മുടെ സോയ വെന്തിട്ടുണ്ട് കേട്ടോ, അത് കണ്ടില്ലേ, എല്ലാം വെന്ത് നമ്മൾ ചേർത്ത മസാലയൊക്കെ നന്നായി പിടിച്ചിരിക്കുകയാണ്. ഇനി നമ്മളുടെ സവാള എല്ലാം വഴറ്റി മസാല റെഡിയാക്കിയിട്ടേ ചേർക്കുള്ളൂ. ഇതിനി അവിടെ ഇരിക്കട്ടെ കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം, നന്നായി വഴറ്റുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. റോസ് സ്മെല്ല് പൂർണ്ണമായി മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. എല്ലാം ഞാനിവിടെ ടീസ്പൂണാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ തന്നെ നല്ല മുളക് പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. നന്നായി വഴറ്റി കൊടുക്കുക. റോസ് സ്മെല്ല് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കാം. Subscribe now and press the bell icon. Never miss an update. നമ്മുടെ തക്കാളി എല്ലാം ഇതിലേക്ക് നന്നായി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് ഡീപ്പ് ഫ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പം എനിക്കിങ്ങനെ ഇച്ചിരി ഓയിലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പരുവത്തിയാണ് നിർത്തുവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയില്ലേ. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ലൊരു ബീഫ് റോസ്റ്റ് ഇരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബീഫിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ബീഫ് റോസ്റ്റ് കഴിച്ച ഫീൽ തരും. ബീഫ് കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണും വരെ താങ്ക് യു. Subscribe now and press the bell icon. Never miss an update.